जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ എഴുതിയ ബുക്കിൽ അദ്ദേഹം ഒരുപാട് ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങൾ ക്രോഡീകരിച്ചാണ് ആ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഓരോരോ ശിഷ്യന്മാർക്കും പ്രഭുപാദിന്റെ ഓരോരോ ഗുണങ്ങളാണ് പറയാനായിട്ടുള്ളത്. അങ്ങനെ 3 വോളിയം ബുക്കിലായിട്ട് പല പല ശിഷ്യന്മാര് പ്രഭുപാദിന്റെ പല പല ഗുണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പ്രഭുപാദ് എങ്ങനെയാണ് സംസാരിച്ചത്, പ്രഭുപാദ് എങ്ങനെയാണ് ഒരു കാര്യത്തിൽ ഇടപെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ബുക്കാണ്. ഒരു ചെറിയ ചെറിയ പാരഗ്രാഫിൽ തന്നെ ഒരുപാട് ഒരു സന്ദേശങ്ങൾ കിട്ടുന്ന ഒരു ബുക്കാണ്. അതിൽ ഇന്ന് വായിച്ചൊരു ഇതിൽ ജയപ്രതാക സ്വാമി പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്ന സമയത്ത് ഒരു ദിവസം പ്രഭുപാദിന്റെ കൂടെ അദ്ദേഹം മോർണിംഗ് വാക്കിന് നടന്നു. അന്ന് ഇസ്കോൺ ചെറിയൊരു പ്രസ്ഥാനമായിരുന്നു, വലിയ ഇതൊന്നും ആയിട്ടില്ല. ചെറിയ ചെറിയ 1-2 ടെമ്പിളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്നുള്ള ഈ ഓരോ ആഴ്ചയിലുള്ള ഈ പ്രസാദ വിതരണത്തിന് തന്നെ ധനം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം അവർ കുറേ പണം കിട്ടും, അത് അവർ വെച്ച് കളക്ട് ചെയ്യും. അവരതെല്ലാം കൂടെ ശേഖരിച്ചിട്ടാണ് സൺഡേ ഫീസ്റ്റൊക്കെ തയ്യാറാക്കുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം ഒരു വട്ടം ഇങ്ങനെ പ്രഭുപാദിന്റെ കൂടെ മോർണിംഗ് വാക്ക് നടന്നു വന്നപ്പോഴത്തേന്, മോർണിംഗ് വാക്ക് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴത്തേന് ഒരു നല്ല ആരോഗ്യ ദൃഢഗാർത്തനായിട്ടുള്ള ഒരു വ്യക്തി, നല്ല ആരോഗ്യമുള്ള സ്റ്റൗട്ടായിട്ടൊരു വ്യക്തി, ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം എതിരെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഉടനെ പ്രഭുപാദ് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, ഇയാൾ നല്ല ആരോഗ്യം, ഇയാളെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ് എന്നറിയാം. അപ്പം നീ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കണം, നിങ്ങൾ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഏത് കടയിൽ നിന്നാണ് മേടിക്കുന്നത്, ഏത് സ്ഥലത്തുനിന്നാണ് മേടിക്കുന്നതെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പം ശിഷ്യന്മാർ അമ്പരന്ന്, എന്തിനാ ഇങ്ങനെ ഒരു പുതിയ ആരും പരിചയം പോലും ഇല്ലാത്ത ഒരാളോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചു. പിന്നെ പ്രഭുപാദ് ഉത്തരം പറഞ്ഞു, കാരണം അദ്ദേഹം നല്ല ആരോഗ്യവാനായ ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം എവിടെ നിന്നാണോ മേടിക്കുന്നത് അത് നല്ല സ്ഥലമായിരിക്കും, നല്ല സ്ഥലത്തു നിന്നായിരിക്കും അദ്ദേഹം ഇതും ബാക്കി കാര്യങ്ങളും പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഒക്കെ മേടിക്കുന്നത്. അതുകൊണ്ട് നീ പോയി ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭുപാദ് അദ്ദേഹത്തിനെ വിട്ടു. അദ്ദേഹം പോയിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ മേടിക്കുന്നതെന്നുള്ളത്. അപ്പം അത് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നത്. ഒരാൾ മുന്നോട്ട് വന്നിട്ട് ഗുഡ് മോർണിംഗ് ചോദിച്ചിട്ട് ഇങ്ങനെ. എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് തിരിച്ചു വന്നു. അപ്പം അദ്ദേഹം ജയപ്രതാക സ്വാമി അതിനകത്ത് അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരമായിട്ട് നമുക്ക് ആ ഒരു ഇത് തരുന്നത്, നമുക്കറിയാം 3 തരത്തിലുള്ള അറിവ് സമ്പാദിക്കാനായിട്ടുള്ള. ഒന്ന് ഊഹാപോഹങ്ങളിലൂടെ കിട്ടുന്ന അറിവ്, പിന്നെ സ്വയം എന്തെങ്കിലും എക്സ്പീരിയൻസ് കിട്ടുന്നത്, പിന്നെ ഒരു അതോറിറ്റി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പൊ അതോറിറ്റിയിലൂടെ നമുക്ക് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇത്തരം രീതിയിലൂടെ പോയി ഒരുപാട് നാൾ പോയാലും നമുക്ക് ശരിയായൊരു സ്ഥലത്തെത്തത്തില്ല. പക്ഷെ അതോറിറ്റി ഇത് മനസ്സിലാക്കിയിട്ട് അത് പൂർണ്ണമായിട്ട് അയാൾ ഇത് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു തരുമ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം പലവ്യഞ്ജനം അത് ഇങ്ങനെ ഓരോന്നോരോന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഊഹാപോഹം ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശരിക്ക് അത് മനസ്സിലാക്കിയൊരു വ്യക്തി നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് വളരെ ഈസിയാണ്. അപ്പോൾ പ്രഭുപാദ് ആ ചെറിയൊരു ഇൻസ്റ്റൻസിലൂടെ എങ്ങനെയാണ് ഒരു ശബ്ദപ്രമാണം നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ലൈഫിനെ ഈസിയും പെർഫെക്റ്റും ആക്കേണ്ടതെന്ന് അതിലൂടെ കാണിച്ചു തന്നു എന്ന് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു.